ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെയാണ്. ആ ഒരു ചാപ്റ്ററിലെ അടുത്ത പാർട്ടാണ്. മിക്കവാറും ഒരു പാർട്ട് കൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മൊത്തം നിങ്ങൾ കാണണം. പിന്നെ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് വരുവാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ്, അതായത് എക്സാം സ്പെഷ്യൽ സ്റ്റഡി വീഡിയോസ്, റിവിഷൻസ്, പിന്നെ 1 പേജ് റിവിഷൻ, പിന്നെ സ്റ്റഡി ടിപ്സ്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള 1 വീക്ക് ഗോൾ പ്ലാനിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അത് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. നിങ്ങൾക്ക് ഓരോ വാക്കുകളും ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു റിവിഷൻ കൂടെ ആയിട്ട് കരുതുക. കാര്യം നിങ്ങളുടെ സ്കൂളിലൊക്കെ എടുത്ത് കഴിഞ്ഞതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് റിവിഷനായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നില്ല, ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എപ്പോഴും വീഡിയോസ് വരുന്ന ഉടനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാനും റിയാക്ഷൻസ് ചെയ്യാനും, അതായത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരം കിട്ടുന്നതാണ്. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. വെൽക്കം. റൂൾ ഓഫ് ലോ. The rule of law is one of the basic values of democracy. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ് നിയമത്തിൻ്റെ ആധിപത്യം, അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ, നിയമത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്. The essence of the rule of law is that everyone is equal before the law and everyone will receive equal legal protection. ഈ ഒരു നിയമത്തിൻ്റെ ആധിപത്യത്തിൽ ഇതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും നിയമത്തിന് മുന്നിൽ സമാനരാണ്, എല്ലാവർക്കും ഒരുപോലെ നിയമപരിരക്ഷ ലഭിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. The general laws of the country will apply equally to everyone. അതായത് രാജ്യത്തിൻ്റെ പൊതുവായ നിയമങ്ങൾ എല്ലാവർക്കും സമമായിട്ട് ഒരുപോലെ തന്നെ ബാധകമാകുന്നു. There will be no special laws for any groups. പ്രത്യേക ഗ്രൂപ്പുകൾക്കൊന്നും പ്രത്യേക നിയമം അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഇപ്പം ചില ഗ്രൂപ്പുകാർക്ക് പ്രത്യേക നിയമം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. Similarly, the government can fulfill its duties only through the process and principles prescribed by the legal system. അതായത് അതുപോലെ തന്നെ സർക്കാർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് നിയമവ്യവസ്ഥ നിർദ്ദേശിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ തത്വങ്ങളുടെയും മാത്രമാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ 2 കുട്ടികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ചെറിയ ഒരു എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ റിപ്ലൈ, അങ്ങനെ ഒരേ ഒരു സാധനം വരുന്നത്, രണ്ടുപേരും ഒരു എണ്ണം പറയുന്നതിനാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ കൊടുത്തിട്ടുള്ളത്? Isn't it better for the police to punish the criminals directly? ഈ അന്വേഷണത്തിലുള്ള പോലീസുകാർക്ക് കുറ്റം ചെയ്തവരെ നേരിട്ടങ്ങ് ശിക്ഷിച്ചാൽ പോരെ എന്ന് ഈ ഒരു കുട്ടി ചോദിക്കുകയാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് ഇവർ പറയുക, The police do not have the power to punish and no one is guilty unless a crime is proved. Therefore, it is the court that should punish. എന്താ കുട്ടി പറഞ്ഞ? ഇല്ല, പോലീസിന് എന്താ ആരെയും പണിഷ് ചെയ്യാനുള്ള അധികാരമില്ല, കുറ്റം തെളിയിക്കപ്പെടാതെ ആരെയൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അതിനാൽ ശിക്ഷ നിർവഹിക്കേണ്ടത് ആരാണ്? കോടതി മാത്രമാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ റീഡിംഗ് പോർഷൻ ആണെന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് വായിച്ചു പഠിച്ചേക്കാം. ഭരണഘടനാവാദം, കോൺസ്റ്റിറ്റ്യൂഷണലിസം. All modern democratic systems work according to the constitution. എല്ലാ പുതിയ ജനാധിപത്യ സംവിധാനങ്ങളും എന്തിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ്? ഭരണഘടനയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ്. The constitution is the fundamental document that set out the
law on which the authority of the state is based and the rights of the citizens. അതായത് സംസ്ഥാനത്തിന് അധികാരം ലഭിക്കുന്ന അടിസ്ഥാനമായ നിയമങ്ങളും പൗരരുടെ അവകാശങ്ങളും വ്യക്തമാക്കുന്ന അടിസ്ഥാന രേഖയാണ് അല്ലെങ്കിൽ പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത്. Along with the power of the state, the fundamental rights of its citizens are also enshrined in the constitution. അതായത് പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങൾ സർക്കാർ ഇടപെടുന്ന ഭരണഘടന നിർദ്ദേശങ്ങൾ പുറത്തുവിടുന്നില്ല. അത് ഈ ഒരു ഭാഗമാണ്. അതിന് മുന്നിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ അടിസ്ഥാന അവകാശങ്ങളും ഭരണഘടനയിൽ തന്നെ ഉറപ്പു നൽകുന്നുണ്ട്. എന്നിരുന്നാലും പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങളിൽ സർക്കാർ ഇടപെടാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇടപെടാൻ ഭരണഘടനാ നിർദ്ദേശപ്രകാരം പറ്റുമോ? ഇല്ല, അത് കഴിയില്ല. അതിനൊക്കെ ലിമിറ്റ്സ് ഉണ്ട്. ഇനി നോക്കിക്കേ, സെപ്പറേഷൻ ഓഫ് പവർ. എന്താണ് സെപ്പറേഷൻ ഓഫ് പവർ? അധികാരത്തിന്റെ കുറച്ച് വേർതിരിവുകൾ. സെപ്പറേഷൻ ഓഫ് പവർ. The separation of power among the branches of government, namely the legislature, the executive and the judiciary, is very important in a democratic system. ജനാധിപത്യ സംവിധാനത്തിൽ നിയമനിർമ്മാണ സഭ, ഭരണകൂടം, കോടതികൾ എന്നീ കാര്യങ്ങളൊക്കെ ഭരണഘടകങ്ങളായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. These three branches, while remaining independent in their respective areas, also check the activities of other branches. ഇതോടൊപ്പം തന്നെ ഓരോ ഘടകവും തങ്ങളുടെ മേഖലയിലെ സ്വതന്ത്രത നിലനിർത്തുന്നതിനൊപ്പം മറ്റുള്ള ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. If all these powers are concentrated in a single branch, it will lead to tyranny and endanger the freedom and rights of people. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബ്രാഞ്ചായിട്ട് നോക്കേണ്ടി വന്നാൽ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കളഞ്ഞ്. എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ കോർട്ട്, ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ്, അതാണ് ജുഡീഷ്യറി. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാലോ ഭരണകൂടം. ഇനി ലെജിസ്ലേച്ചർ നിയമനിർമ്മാണം. ഓക്കെ, അതത്ര അറിയാലോ. ഇങ്ങനെ തിരിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഈ എല്ലാ അധികാരങ്ങളും ഒരൊറ്റ ഘടകത്തിന്റെ കയ്യിൽ കേന്ദ്രീകൃതമാകുവാണെങ്കിൽ അത് എന്താ ഒരു ഏകാധിപത്യമൊക്കെ പോലെ ആയിരിക്കും തോന്നുക. അത് പക്ഷെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും കറക്റ്റ് അവരുടെ ഫ്രീഡം ഒക്കെ കിട്ടും, അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ ലഭിക്കും. ഓക്കെ, ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പറയാനുള്ള കാര്യമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. തിരഞ്ഞെടുപ്പും പ്രതിനിധികളും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിനിധിത്വം അങ്ങനെ പറയും. ഓക്കെ, ഇലക്ഷനും അതിൻ്റെ റെപ്രസെൻറ്റേഷനും. We have already discussed that modern democratic countries generally follow an indirect democratic system. In indirect democracy, the rule of the people means that the representatives of the people rule for the people. Election is the system adopted to elect the representatives of the people. Election should be free, fair, and held at regular intervals. For this, basic provisions regarding the right to vote and the conduct of election should be included in the constitution of the country. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആധുനിക ജനാധിപത്യ രാജ്യങ്ങൾ പൊതുവെ പരോക്ഷ ജനാധിപത്യ സംവിധാനം പിന്തുടരുന്നു എന്ന് നമുക്ക് അറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണഘടന അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളുടെ ഭരണം, അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജനങ്ങളെല്ലാവരും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കും, അവരായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നത്. ജനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് എന്നൊരു സംവിധാനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. വോട്ടിങ്, തിരഞ്ഞെടുപ്പ്, ഇലക്ഷൻ, വോട്ട് ചെയ്യും നമ്മൾ ചെന്ന്. തിരഞ്ഞെടുപ്പുകൾ സ്വാതന്ത്ര്യവും സ്വച്ഛവും ഒക്കെ ആയിരിക്കണം അല്ലേ?
കൂടാതെ നിശ്ചിത ഇടവേളയിൽ നടത്തണം. 5 വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്. വോട്ടവകാശവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വ്യവസ്ഥകളും തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ നിബന്ധനകളും രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ശരിയായ രീതിയിലുള്ള ജനാധിപത്യത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വോട്ടവകാശവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വ്യവസ്ഥകളും തിരഞ്ഞെടുപ്പ് നടപ്പിന്റെ നിബന്ധനകളും രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നതാണ് എന്തിന്റെ ലക്ഷണം? ജനാധിപത്യത്തിന്റെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ, ഡെമോക്രസിയുടെ ആ ഒരു ബേസിക് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, സെക്യുലാറിസം ആണ്. സെക്യുലാറിസം. ഈ സെക്യുലാറിസം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വായിച്ചു നോക്കാം അല്ലേ? The basis of the concept of secularism is a clear separation between the state and religion. The state will not have an official religion. At the same time, citizens will have the freedom to believe in any religion they wish. The state will treat all religions equally. In a democratic system, secularism is relevant in two ways. First, it treats all religion equally regardless of minority or majority. Since the state does not have an official religion, it does not discriminate against any community on the basis of religion. Further, it provides citizens with equal justice and right along with freedom of belief. എന്താണ് ഇവിടെ പറയുന്നത് സെക്യുലാരിസത്തെ പറ്റി? മതനിരപേക്ഷത എന്നാണ് ഇതിൻ്റെ ഒരു മലയാളം. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാന രംഗം എന്ന് പറയുന്നത് രാഷ്ട്രവും മതവും തമ്മിലുള്ളൊരു വ്യക്തമായിട്ടുള്ള വേർതിരിവാണ്. ഓക്കെ, മതവും രാഷ്ട്രവും തമ്മിലുള്ളത്, റിലീജിയനും നമ്മുടെ നേഷനും തമ്മിലുള്ള സ്റ്റേറ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ്. അതേസമയം പൗരന്മാർ തങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമുക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ രാജ്യം എല്ലാ മതങ്ങളോടും ഒരുപോലെയാണ് സമീപിക്കുന്നത് അല്ലേ? എല്ലാ റിലീജിയൻസും ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു സെക്യുലാരിസം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും ഉള്ളത്. രണ്ട് രീതിയിലാണുള്ളത്, 2 വേസിലാണുള്ളത്. ഒന്നാമത്തെയാണ് ന്യൂനപക്ഷം അല്ലെങ്കിൽ ഭൂരിപക്ഷം. ന്യൂനപക്ഷമോ ഭൂരിപക്ഷം ഇല്ലേ മൊത്തം എന്ന നിലയിൽ വ്യത്യാസം കാണിക്കാതെ രാജ്യം എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നു. അതൊരു കാര്യമല്ലേ? എന്താ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ, കൂടുതൽ ഇപ്പം എന്താ പറയുന്നത്, മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ അവർ എണ്ണത്തിൽ കുറവായിരിക്കും, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അവർ എണ്ണത്തിൽ കൂടുതലായിരിക്കും, അവരുടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും. അങ്ങനെ ഉള്ളതാണ് മൈനോറിറ്റി മെജോറിറ്റി. അപ്പം അവർക്ക് എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്നുണ്ടോ? ഇത് മൈനോറിറ്റിയാണ്, അപ്പം നമുക്ക് അതിനെ അത്ര മൈൻഡ് ചെയ്യണ്ട. മെജോറിറ്റി അതിനെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. എല്ലാ റിലീജിയൻസിനെയും ഈക്വൽ ആയിട്ടായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. രാജ്യത്തിന്റെ ഔദ്യോഗിക മതമില്ലാത്തതിനാൽ, അതായത് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഒരു ഇതാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞില്ലാത്തത് കൊണ്ട് ഏതൊരു സമൂഹത്തെ മതത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരിക്കാൻ പറ്റും. ഒന്നിലും വിവേചനം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കൂടാതെ പൗരന്മാർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം തുല്യ ന്യായവും അവകാശങ്ങളും രാജ്യം ഉറപ്പു നൽകുന്നു. രാജ്യം എന്തൊക്കെയാണ് ഉറപ്പു നൽകുന്നത്? തുല്യ ന്യായവും അതുപോലെ അവകാശങ്ങളും, ഈക്വൽ ജസ്റ്റിസും അതുപോലെ തന്നെ റൈറ്റ്സും, ഫ്രീഡത്തോടൊപ്പം തന്നെ ഫ്രീഡം ഓഫ് ബിലീഫ്, നമുക്ക് വിശ്വാസ സ്വാതന്ത്ര്യം, ഒരു സംഭവത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അതിനോടൊപ്പം നൽകുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി ഇവിടെ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? സൈഡിൽ അതെന്താ? ഒരു കുട്ടി ചിന്തിക്കുകയാണ്. സോ ജസ്റ്റ് as we have exams, elections are a test by the people to evaluate the parties. നമുക്ക് പരീക്ഷയുള്ളതുപോലെ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പാർട്ടികളെ വിലയിരുത്താൻ വേണ്ടി ജനങ്ങൾ നടത്തുന്ന ഒരു ടെസ്റ്റാണ് അല്ലേ? അതാണ് അവിടെ പറയുന്നത്. ഇനി എന്താണ് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ? ഇവരെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. Political parties are an essential element in a modern democracy. They play an important role in creating political awareness and shaping public opinion in a democracy.
Political parties facilitate the functioning of a democracy. The conferences, marches, and speeches they hold are most powerful political education programs in a democracy. The aim of political parties is to win elections and gain political power by turning public opinion in their favor. എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ലൈൻ ശ്രദ്ധിക്കുക. ഓരോ ലൈൻ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ലൈൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവല്ലോ. ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ഇപ്പോഴത്തെ ഒരു ജനാധിപത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എലമെന്റ് തന്നെയാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിലും പൊതുമതിയെ രൂപപ്പെടുത്തുന്നതിനും ഇവ നിർണായക പങ്ക് വഹിക്കും. അല്ലേ? ക്രിയേറ്റിംഗ് പൊളിറ്റിക്കൽ അവയർനെസ്, അല്ലേ? ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയനെ ഒരു രൂപം നൽകാനും വേണ്ടിയിട്ട് ഡെമോക്രസിയിൽ എന്താണ് സഹായിക്കുന്നത്? ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളത് സഹായകമാണ്. രാഷ്ട്രീയ പാർട്ടീസ് എന്ന് പറയുന്നത് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, പ്രദക്ഷിണങ്ങൾ, പ്രസംഗങ്ങളൊക്കെ അവർ നടത്തുന്നില്ലേ, മാർച്ചസ് ഒക്കെ നടത്തില്ലേ, സ്പീച്ച്, ഇതൊക്കെ അവർ നടത്തുന്നത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളാണ്. പൊതുമധ്യേ തങ്ങളുടെ അനുയോജ്യമായി മാറ്റി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക, അതുവഴി രാഷ്ട്രീയ അധികാരം നേടുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം. ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവർ ഇലക്ഷൻ നിൽക്കുന്നു, അവർ ജയിക്കുന്നു, അവർ അധികാരത്തിൽ വരുന്നു, പബ്ലിക് ഒപ്പീനിയനിൽ അവരുടെ ഫേവർ കൂടെ ചേർത്തിട്ട് അവതരിപ്പിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അതാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കാര്യം. ഇനി നമുക്ക് നോക്കാം ഒപ്പോസിഷൻ, പ്രതിപക്ഷം. ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം. The opposition plays an important role in a democratic system. The opposition should have the freedom to criticize and evaluate the government. The freedom of the opposition to act is a sign of healthy democracy. A constructive opposition carefully examines and evaluates all the activities of the government, along with criticizing the wrong policies of the administration. It gathers public opinion and suggests alternative policies to correct them. The opposition is what makes democracy more dynamic. The marches, conferences, and demonstrations they organize make the political system more active. A political system that bans or restricts the opposition or imprisons opposition leaders is not good for democracy. എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രതിപക്ഷം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സർക്കാരിനെ വിമർശിക്കാനും അവരെ വിലയിരുത്താനും ഈ ഒരു പ്രതിപക്ഷത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവും ഉണ്ട്. പ്രതിപക്ഷത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളത് ഒരു ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം കൂടിയാണ്. ഒരു സൃഷ്ടിപരമായ ഒരു സൃഷ്ടിപരമായിട്ടുള്ള എതിർപക്ഷം എന്ന് പറയുന്നത് സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം, അതുപോലെ വിലയിരുത്തുകയും ചെയ്യണം. ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇവർ വിമർശിക്കണം. പിന്നെ പൊതുമധ്യേ എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം, ജനങ്ങളുടെ മുന്നിൽ അത് എത്തിക്കണം. പിന്നെ എന്തെങ്കിലും തിരുത്താനെങ്കിൽ അത് തിരുത്തണം, തെറ്റായ നയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് നിർദ്ദേശങ്ങൾ നൽകണം. ഇതൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ പരിപാടി. ജനാധിപത്യത്തെ കൂടുതൽ സജീവവും ശക്തവുമാക്കാനാണ് നമുക്ക് പ്രതിപക്ഷം ഉള്ളത്. പ്രതിപക്ഷം സംഘടിപ്പിക്കുന്ന മാർച്ചുകൾ, സമ്മേളനങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇതൊക്കെ രാഷ്ട്രീയ സംവിധാനത്തെ കൂടുതൽ സജീവമാക്കുകയാണ് ചെയ്യുന്നത്, കൂടുതൽ ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. എതിർപക്ഷം അല്ലെങ്കിൽ ഈ ഒരു ഒപ്പോസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നിരോധിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കുകയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ
അത് ശരിയാണോ? അല്ലല്ലേ? അവർക്ക് അതിനുള്ള അവകാശം ഉള്ളതുകൊണ്ടാണ് അവരത് എന്താണ് പ്രതിപക്ഷം ഓപ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ലീഡേഴ്സിനെ, ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡേഴ്സിനെ ഒക്കെ പിടിച്ച് ജയിലിലിട്ടാൽ അതെന്താണ്, ഒരു ഡെമോക്രസിക്ക് നല്ലതാണോ? ജനാധിപത്യത്തിനൊട്ടും അനുയോജ്യമല്ലാത്തതാണത്. ഇനി നോക്കിക്കേ, അവിടെ കൊടുത്തിട്ടുണ്ട്, സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ് ആൻഡ് ദെയർ വാല്യൂസ്. നമ്മളിപ്പോൾ എന്താ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സും അതിൻ്റെ വാല്യൂസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഡെമോക്രസിയെ കൂടുതൽ ഒന്നുകൂടെ അറിയാം. കുറച്ചുകൂടെ കാര്യങ്ങൾ, പോയിന്റുകൾ നോക്കാം. ഒന്നാമത്തെയാണ് മൊണാർക്കി. മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? രാജതന്ത്ര, ജനാധിപത്യം. മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? രാജഭരണമാണ്. ഓക്കെ, രാജഭരണം. അതിലെന്തായിരിക്കും? രാജാവായിരിക്കും ഭരിക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ള ഒരു പോയിന്റ്. ഓൾഡസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഇത്. എന്താണ്? ഗവൺമെന്റിന്റെ ഏറ്റവും പഴയ ഒരു ഫോമാണ്. പിന്നെന്താണ്? പവർ ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ഇൻഹെറിറ്റൻസ്. തലമുറകൾ വെച്ച് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടായിരിക്കും ഈ ഒരു സ്ഥാന കൈമാറ്റം നടക്കുന്നത്. പിന്നെ ഓൾ ദ പവർ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ കിങ് ഓർ ക്യൂൻ. രാജാവിലോ മഹാറാണിയിലോ ഒക്കെ ആയിരിക്കും ഫുൾ പവറും ഉള്ളത്, അധികാരവും ഉള്ളത്. അത്രയാണ് മൊണാർക്കിയിൽ വരുന്നത്. ഓൾഡ് ഫോം ആണ് ഗവൺമെന്റിന്റെ. പവർ എങ്ങനെയാണ്? ഇൻഹെറിറ്റൻസ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എല്ലാ പവറും ആരിലാണുള്ളത്? കിങ് ഓർ ക്യൂനിലാണ് ഉള്ളത്. ഇനിയാണ് ഡിക്റ്റേറ്റർഷിപ്പ്, അതായത് സ്വേച്ഛാധിപത്യം. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപത്യം, അതായത് ഏകാധിപത്യം എന്നും നമുക്ക് പറയാം. ഒരാൾ തന്നെ ഭരിക്കാം. അതാണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഓൾ ദ പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് വിൽ ബി കോൺസെൻട്രേറ്റഡ് ഇൻ വൺ പേഴ്സൺ. ഒരു വ്യക്തിയിലായിരിക്കും ആ ഒരു രാജ്യത്തെ മുഴുവൻ ശക്തിയും ആ ഒരു പവറും അധികാരവും ഉള്ളത്. No one has the right to question or criticize the person who become the supreme leader of the state. രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന ആ ആളെ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നുമുള്ള അവകാശമൊന്നും കിട്ടത്തില്ല. All forms of democracy including election will be banned. ജനാധിപത്യത്തിന്റെ രൂപങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പറ്റൂല, അതൊക്കെ നിരോധിച്ചേക്കുമായിരിക്കും. ഇതൊക്കെയാണ് ഡിക്റ്റേറ്റർഷിപ്പിൽ വരുന്നത്. ഇനി നോക്കിക്കേ, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. അതായത് ഡയറക്റ്റ്ലി ആരായിരിക്കും ഭരിക്കുന്നത്? മിലിറ്ററി ആയിരിക്കും ഡയറക്റ്റ് നമ്മളെ കയറി ഭരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ഡെമോക്രാറ്റിക് റൈറ്റ്സോ നീതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനാധിപത്യത്തിന്റെ രൂപങ്ങളോ എല്ലാം കാണുമോ? ഇല്ല, ഒന്നും തന്നെ ഇല്ല. ദർ വിൽ ബി നോ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഓർ അതർ ഫോംസ് ഓഫ് ഡെമോക്രസി. പ്രൊട്ടസ്റ്റ് ആൻഡ് ക്രിറ്റിസിസം വിൽ ബി സപ്രസ്ഡ് ബൈ മിലിറ്ററി ഫോഴ്സ്. മിലിറ്ററിയുടെ ഫോഴ്സ് വഴി ആൾക്കാരെന്തെങ്കിലും പ്രതിഷേധമൊക്കെ അറിയിക്കുകയാണെങ്കിൽ അതിനെ അങ്ങ് അടിച്ചമർത്തുകയും അവർ ചെയ്യും. ഇതൊക്കെയാണ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. ഇനി നോക്കിക്കേ, പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പ്. അതെന്ന് പറഞ്ഞാൽ ഓൺലി വൺ പൊളിറ്റിക്കൽ പാർട്ടി ഗവൺ. ഒരു പാർട്ടി, ഇപ്പോൾ ഒത്തിരി പാർട്ടി ഉണ്ടെങ്കിൽ ഒരു പാർട്ടി ആയിരിക്കും എപ്പോഴും ഭരിക്കുന്നത്. ഓൾ ദ പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ. അവരാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് അവരിലായിരിക്കും മുഴുവൻ അധികാരവും ഉള്ളത് ആ രാജ്യത്തിൻ്റെ. ഡെമോക്രാറ്റിക് വാല്യൂസ് ഇൻക്ലൂഡിങ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ആർ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ്. ജനാധിപത്യ മൂല്യങ്ങളായിട്ടുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ മൊത്തത്തിൽ തന്നെ നിരോധിക്കപ്പെടും. അതൊക്കെയാണ് പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പിൽ വരുന്നത്. ഇനിയാണ് തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ധർമാനിധിഷ്ഠിതമായിട്ടുള്ള സംസ്ഥാനം. പറയാനൊക്കെ ഭയങ്കര പാടാണ് ഇതൊക്കെ. ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം ഒരു മതക്കാരൊക്കെ ആയിരിക്കും ഒരു രാജ്യം ഭരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. റിലീജിയൻ ബേസ്ഡ് ഉള്ള കാര്യം. ദ ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ദ സ്റ്റേറ്റ് ഷാൽ ബി ദ ബേസിസ് ഓഫ് ദ ലീഗൽ സിസ്റ്റം. പൗരന്മാർ രാജ്യത്തിന്റെ ഔദ്യോഗിക മതം അനുസരിച്ചിട്ട് നിയമങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എവരിവൺ ഷാൽ ബി ഒബ്ലൈഡ് ടു ബിലീവ് ഇൻ ആൻഡ് ഫോളോ ദ ഒഫീഷ്യൽ റിലീജിയൻ. ഏത് റിലീജിയൻ ആണോ അവിടെ ഭരിക്കുന്നത് ആ റിലീജിയനിലുള്ളവരും ആ ഒരു റിലീജിയൻ എല്ലാവരും അവിടെ ഉള്ള ആൾക്കാർ മൊത്തം അനുസരിക്കണം, അതിനെ ഫോളോ ചെയ്തു പോകണം.
പക്ഷെ അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ, അതൊന്നും അവിടെ ഇല്ല. അത്രേ ഉള്ളൂ. അപ്പൊ അത്രയാണ് ഇതിനകത്ത് പറയുന്നത്.